അമേരിക്കൻ വിസ നിയമങ്ങളിൽ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഡിസംബർ 2025 വിസ ബുള്ളറ്റിൻ പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് അപേക്ഷകർക്ക് നല്ല വാർത്തയുണ്ട്. എന്നാൽ കുടുംബങ്ങളെ ആശ്രയിക്കുന്ന ഗ്രീൻ കാർഡ് അപേക്ഷകരുടെ കാര്യത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വിസ ബുള്ളറ്റിനിലെ കട്ട് ഓഫ് തീയതികൾ അനുസരിച്ചാണ് അമേരിക്കൻ സർക്കാർ അപേക്ഷകൾ പരിഗണിക്കുന്നത്. ഒരു വ്യക്തിയുടെ അപേക്ഷ സമർപ്പിച്ച തീയതി ഈ കട്ട് ഓഫ് തീയതിക്ക് മുമ്പാണെങ്കിൽ അവരുടെ അപേക്ഷ മുന്നോട്ട് പോകും. അല്ലാത്തപക്ഷം അവർക്ക് കാത്തിരിക്കേണ്ടി വരും. ഇന്ത്യൻ പൗരന്മാർക്ക് തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡിൻ്റെ കാര്യത്തിൽ പല വിഭാഗങ്ങളിലും മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. EB-1 വിഭാഗം 2022 മാർച്ച് 15 വരെ മുന്നോട്ട് പോയി. EB-2 വിഭാഗം 2013 മെയ് 15 വരെ എത്തി. EB-3 വിഭാഗം 2013 സെപ്റ്റംബർ 22 വരെ പുരോഗമിച്ചു. EB-4 വിഭാഗം 2020 സെപ്റ്റംബർ 1 വരെ മുന്നോട്ട് പോയി. നവംബറിൽ ലഭ്യമല്ലാതിരുന്ന മതപരമായ ജോലിക്കാർക്കുള്ള വിഭാഗവും വീണ്ടും ലഭ്യമായി. EB-5 വിഭാഗത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. ഇത് 5 മാസം മുന്നോട്ട് പോയി. 2021 ജൂലൈ 1 വരെ എത്തി. ഈ വിഭാഗത്തിലുള്ളവർക്ക് ഇത് വലിയ ആശ്വാസമാണ്. ഈ മാറ്റങ്ങൾ കാരണം കൂടുതൽ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും നിക്ഷേപകർക്കും അവരുടെ ഗ്രീൻ കാർഡ് അപേക്ഷകൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. എന്നാൽ കുടുംബാംഗങ്ങളെ ആശ്രയിച്ചുള്ള ഗ്രീൻ കാർഡ് അപേക്ഷകരുടെ കാര്യത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. F1, F2A, F2B, F3, F4 എന്നീ വിഭാഗങ്ങളിൽ കട്ട് ഓഫ് തീയതികളിൽ മാറ്റമില്ല. F2A വിഭാഗത്തിൽ അപേക്ഷ സമർപ്പിക്കാൻ 1 മാസം നേരത്തെ അവസരം ലഭിച്ചതൊഴിച്ചാൽ മറ്റ് വിഭാഗങ്ങളിൽ പഴയ പ്രതിസന്ധി തുടരുകയാണ്. USCIS ഇപ്പോഴും ഡേറ്റ്സ് ഫോർ ഫില്ലിംഗ് എന്ന സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഇത് കുടുംബ തൊഴിൽ അധിഷ്ഠിത അപേക്ഷകർക്ക് ഗ്രീൻ കാർഡ് ലഭിക്കാൻ കാത്തിരിക്കുന്ന സമയത്തും അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റസ് നടപടിക്രമങ്ങൾ ആരംഭിക്കാനും തൊഴിൽ യാത്രാ രേഖകൾ നേടാനും സഹായിക്കും. ഫൈനൽ ആക്ഷൻ ഡേറ്റ്സ് എന്നത് USCIS ഗ്രീൻ കാർഡ് അപേക്ഷകൾ അംഗീകരിക്കാനും ഗ്രീൻ കാർഡുകൾ നൽകാനും കഴിയുന്ന സമയമാണ്. നിങ്ങളുടെ മുൻഗണനാ തീയതി, അതായത് നിങ്ങളുടെ പേം ലേബർ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ I-140 അപേക്ഷ സമർപ്പിച്ച തീയതി നിങ്ങളുടെ വിഭാഗത്തിലെ ഫൈനൽ ആക്ഷൻ ഡേറ്റിന് മുമ്പാണെങ്കിൽ നിങ്ങളുടെ കേസ് ഇപ്പോൾ അന്തിമ അംഗീകാരത്തിന് അർഹതയുള്ളതാണ്. ഫയലിംഗ് ഡേറ്റ്സ് എന്നത് യോഗ്യരായ അപേക്ഷകർക്ക് അവരുടെ മുൻഗണനാ തീയതി ഫൈനൽ ആക്ഷൻ ഡേറ്റ് പ്രകാരം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ I-485 അപേക്ഷകൾ സമർപ്പിക്കാൻ അനുവദിക്കുന്നുണ്ട്. ഇത് അപേക്ഷകർക്ക് ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിനായി കാത്തിരിക്കുമ്പോൾ തന്നെ ജോലി ചെയ്യാനുള്ള അനുമതി ലഭിക്കാനും വിദേശ യാത്രകൾക്ക് അഡ്വാൻസ് പരോൾ രേഖകൾ നേടാനും സഹായിക്കും. ഇന്ത്യക്കാർക്കുള്ള EB-5 അൺറിസർവ്ഡ് വിഭാഗത്തിൽ 5 മാസത്തെ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. 2021 ഫെബ്രുവരി 1 നിന്ന് 2021 ജൂലൈ 1 ഇത് മാറി. ഇത് ഈ വിഭാഗത്തിൽ കാത്തിരിക്കുന്ന ഇന്ത്യൻ നിക്ഷേപകർക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ്. USCIS വിസ നമ്പറുകൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിലാണ് ഈ മുന്നേറ്റം സാധ്യമായത്. EB-5 വിഭാഗത്തിലെ പ്രത്യേക സംഭരണ വിഭാഗങ്ങളായ റൂറൽ, ഹൈ അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ ഈ രാജ്യക്കാർക്കും നിലവിൽ ലഭ്യമാണ്. അതായത് ഈ പ്രത്യേക നിക്ഷേപ വിഭാഗങ്ങളിൽ കാത്തിരിപ്പ് സമയമില്ല. ചുരുക്കത്തിൽ 2025 ഡിസംബർ വിസ ബുള്ളറ്റിൻ ഇന്ത്യൻ തൊഴിൽ അടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ കാർഡ് അപേക്ഷകർക്ക് ഒരു ചെറിയ മുന്നേറ്റം നൽകുന്നുണ്ട്. എല്ലാ പ്രധാന EB വിഭാഗങ്ങളിലും മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. EB-5 5 മാസത്തെ മുന്നേറ്റവും EB-1, EB-2, EB-3 വിഭാഗങ്ങളിൽ ചെറിയ മുന്നേറ്റവും ലക്ഷക്കണക്കിന് വിദഗ്ധരായ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. എങ്കിലും അടിസ്ഥാനപരമായ പ്രതിസന്ധിക്ക് മാറ്റമില്ല. 1 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ തൊഴിലടിസ്ഥാനമാക്കിയുള്ള ഗ്രീൻ കാർഡ് പ്രതിസന്ധിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പുതിയ EB-2 അപേക്ഷകർക്ക് 12 മുതൽ 15 വർഷത്തിലധികം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. ഡിസംബറിലെ പുരോഗതി 1 ദശകത്തിലേറെ മുമ്പ് അപേക്ഷിച്ചവർക്ക് മാത്രമാണ് ആശ്വാസം നൽകുന്നത്. രാജ്യപരമായ പരിധികളും വാർഷിക പരിധികളും കാരണം ആവശ്യകത ലഭ്യതയുടെ 4 അതിലധികമോ മടങ്ങാണ്. തങ്ങളുടെ മുൻഗണനാ തീയതി നിലവിൽ വന്നവർക്ക് വേഗത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഡിസംബർ മാസം അപേക്ഷ സമർപ്പിക്കാനോ അന്തിമ അംഗീകാരം നേടാനോ ഉള്ള അവസരം നൽകുന്നുണ്ട്. കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഡിസംബർ ബുള്ളറ്റിൻ ഒരു ഓർമ്മപ്പെടുത്തലാണ്. പുരോഗതി വളരെ പതുക്കെയാണെങ്കിലും തുടരുന്നുണ്ട്. എന്നാൽ സമഗ്രമായ നിയമനിർമ്മാണ പരിഷ്കാരങ്ങൾ ഇല്ലെങ്കിൽ വിദഗ്ധ തൊഴിലാളികളുടെ ആവശ്യകതയും വിസ ലഭ്യതയും തമ്മിലുള്ള അടിസ്ഥാനപരമായ അസന്തുലിതാവസ്ഥ തുടരും. ഇത് ഭാവിയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സമാനമായ ദശകങ്ങളോളം നീണ്ട കാത്തിരിപ്പ് നേരിടേണ്ടി വരും. എല്ലാ വിഭാഗങ്ങളിലും ഡിസംബർ ബുള്ളറ്റിൻ്റെ മുന്നേറ്റം പ്രോത്സാഹനജനകമാണ്. ഇത് സമീപ വർഷങ്ങളിലെ ഏറ്റവും മികച്ച മാസങ്ങളിൽ ഒന്നാണ്. ഈ മുന്നേറ്റം 2026 തുടരുമോ എന്ന് കണ്ടറിയണം. അതിനാൽ ഈ സങ്കീർണവും ദൈർഘ്യമേറിയതുമായ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന എല്ലാ അപേക്ഷകർക്കും പ്രതിമാസ നിരീക്ഷണം അനിവാര്യമാണ്.